കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ ബുധനാഴ്ചയും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് നൽകിയ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി നമ്മൾ ഓരോരുത്തരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കർത്താവ് നൽകിയ കൃപകൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്ത് കൊടുക്കും? രക്ഷയുടെ കാസ കയ്യിലെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം പ്രകീർത്തിക്കാം. സങ്കീർത്തനോടുകൂടെ ഇന്ന് കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുവാനും വേണ്ടിയാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ 16 വർഷമായി കർത്താവ് എത്രമാത്രം അനുഗ്രഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. ഈ 16 വർഷക്കാലം ഇവിടുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി, രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എത്രമാത്രം അനുഗ്രഹങ്ങളും കൃപകളുമാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ചൊരിഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ കൃതജ്ഞതാബലി അർപ്പിക്കുവാനായി നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ 16 വർഷക്കാലവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കർത്താവ് ഒരുക്കിയത് ഡേവിസ് ചേട്ടനെയും ലില്ലി ചേച്ചിയെയും അവരുടെ കുടുംബത്തെയുമാണ് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വ്യക്തികളോടും ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ബുധനാഴ്ചയിലെ ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിച്ചതിന്റെ ഫലമായി, അല്ലെങ്കിൽ ലില്ലി ചേച്ചിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി, കൗൺസിലിംഗ് നടത്തിയതിന്റെ ഫലമായി എനിക്ക് എന്റെ കുടുംബത്തിന് ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതൊക്കെ ദൈവം ലില്ലി ചേച്ചിയിലൂടെ എനിക്ക് നൽകിയതാണ് എന്ന് ആൾക്കാർ പലപ്പോഴും പറയുന്നതായിട്ട് എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവരുടെ നിസ്തുലമായ ത്യാഗവും സ്നേഹവും ഔദാര്യവും ഒക്കെയാണ് ഇന്ന് ഇവിടെ ഇത്രയും ആൾക്കാർ വരുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടെ കരങ്ങളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ലില്ലി ചേച്ചിയും ഡേവിസ് ചേട്ടനെയും കുടുംബത്തെയും കർത്താവിന്റെ സന്നിധികൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ അനുഗ്രഹങ്ങൾ ഈ ജാഗരണ പ്രാർത്ഥനയിലൂടെ, ഈ വചന കൂടാരത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിനുപകരണമാക്കിയിരിക്കുന്ന പ്രത്യേകിച്ച് ഈ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചന കൂടാരത്തെയും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ വിശുദ്ധ ബലിക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ കർത്താവ് തന്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് ഓരോരുത്തർക്ക് നൽകി നമ്മെ വിശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശിരസ്സ് മുതൽ പാദം വരെയുള്ള എല്ലാ അവയവങ്ങളെയും അവിടുത്തെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനും അവിടുത്തെ തിരുരക്തത്താൽ കഴുകപ്പെടുവാനും വേണ്ടി നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാരംഭഗാനത്തോടുകൂടി ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.